ചക്കയുടെ സീസൺ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പഴുത്ത ചക്കയാണ്. ചക്കയുടെ വിഭവങ്ങൾ നമ്മൾ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ചക്കയുടെ സീസൺ കഴിഞ്ഞാലും വളരെ കാലങ്ങളോളം നമുക്ക് എടുത്തു വെച്ച് കഴിക്കാവുന്ന ഒരു വിഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ചക്ക ഹലുവ. ചക്ക വെട്ടി അതിനുള്ളിലെ പഴം വൃത്തിയാക്കി എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ചക്കയുടെ ചുള പറിച്ചെടുത്തതിന് ശേഷം ആ ചക്ക ചുളകളെ വൃത്തിയാക്കി എടുത്തുകൊണ്ട് അതിനെ ചെറുതാക്കി കഷ്ണിച്ചുകൊണ്ട് കുക്കറിൽ ഇട്ട് ഒരു വിസിലടിക്കുന്ന വരെയും വെച്ച് വേവിച്ചെടുത്തതാണ് ഈ കാണുന്നത്. പാകം ചെയ്ത ചക്കച്ചുളകൾ വീണ്ടും നമ്മൾ മിക്സിയിലിട്ട് നല്ല ക്രീമായിട്ട് അടിച്ചെടുക്കാൻ പോകുകയാണ്. മിക്സിയിൽ അടിച്ചെടുത്ത ക്രീമാണ് ഈ കാണുന്നത്. ഈ ക്രീമിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുള്ള നല്ല കറുത്ത ശർക്കര ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച് ഇതിനെ വീണ്ടും നമ്മൾ ഇളക്കി പാകപ്പെടുത്തി നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചുകൊണ്ട് പ്രോസസ്സ് തുടങ്ങാൻ പോവുകയാണ്. ജലാംശങ്ങൾ മുഴുവനും വറ്റിക്കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം തേങ്ങാപ്പാൽ പിഴിഞ്ഞ രണ്ടാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇത് തേങ്ങയുടെ ഒന്നാം പാലാണ്. ഈ ഒന്നാം പാലിലേക്ക് 3 സ്പൂൺ റവ പൊടിയിടേണ്ടതാണ്. ഓക്കെ, ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒഴിക്കുക. ഏലക്കായ പൊടിച്ചത് ഇതിൽ വിതറിക്കൊണ്ട് ഇളക്കി ഇതിനോടുകൂടി ജോയിൻ ചെയ്യുക. അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ ടൈറ്റായി തുടങ്ങി. ഇനി ഇറക്കി വെച്ചുകൊണ്ട് അണ്ടിപ്പരിപ്പ് ചേർക്കാവുന്നതാണ്. പാത്രത്തിൽ നിന്നും എടുത്ത് നല്ല പ്ലേറ്റിലേക്ക് ഇട്ടുകൊണ്ട് അതിനെ പരത്തി സൈസ് ചെയ്തുകൊണ്ട് എടുക്കുക. എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി അണ്ടിപ്പരിപ്പ് നമ്മളുടെ ഹൽവയിലേക്ക് ഇട്ട് കൊടുക്കണം. ചക്ക ഹലുവ തയ്യാറായി കഴിഞ്ഞു. ഇത് എത്ര മാസം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചുകൊണ്ട് ഉപയോഗിക്കാവുന്നതും ഭക്ഷിക്കാവുന്നതുമാണ്. ഇതോടുകൂടി ചക്ക ഹലുവയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.